അടുത്തിടെ വലിയൊരു സർപ്രൈസ് പോലെ മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ട ഒരു കാര്യമായിരുന്നു മോളിവുഡ് സിനിമയിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമാകുന്നു എന്ന കാര്യം. പല സിനിമകളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ചില സിനിമകൾ ആ തുടക്കത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ ലാൽ ഒരുക്കിയ ARM ആയിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമായി എന്ന രീതി. അതിന്റെ ഭാഗമായി ഒരു സർപ്രൈസ് ന്യൂസ് കൂടി അവർ പങ്കുവച്ചിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോ തോമസും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സൽ അണിയറയിൽ നടക്കാൻ പോകുന്നു എന്ന രീതി. ഇത് ആര് ഡയറക്ട് ചെയ്യുന്നു എന്നതൊന്നും പറഞ്ഞില്ലെങ്കിലും അതിന്റെ ഐഡിയ വന്നു കഴിഞ്ഞു. ഇനി മോഹൻലാലിലേക്ക് എത്തേണ്ടതുണ്ട് എന്നതായിരുന്നു ആ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. എല്ലാവരും പറഞ്ഞത് ജിതിൻ ലാലിന്റെ പേര് തന്നെയാണ്. ജിതിൻ ലാൽ ആണെങ്കിൽ ഒരു മോഹൻലാൽ ഫാൻ ബോയ് കൂടിയാണ്. ഇന്നിതാ ജിതിൻ ലാൽ മോഹൻലാലിനെ കാണാൻ എത്തിയ വിവരങ്ങൾ മൂവി അനലിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഈ കാര്യത്തെക്കുറിച്ചാണ് കൂടുതലും സൂചിപ്പിച്ചത്. ARMന്റെ വിജയാഘോഷമായി മൊമന്റോകൾ സമ്മാനിച്ച വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നു. എന്നാൽ സാക്ഷാൽ ക്രിയേറ്ററിന്റെ അടുത്തെത്തിയാലോ മോഹൻലാലിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ARM ടീം. ARM എന്ന സിനിമയിൽ ക്രിയേറ്ററായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു. കാലം ഒരു സഞ്ചാരിയാണ് എന്ന ലാലേട്ടന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മുടെ സിനിമ ആരംഭിച്ചത്. ആ സാന്നിധ്യം തന്നെയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹവും. എല്ലാം കാണുന്ന നമ്മുടെ സിനിമയിലെ അദൃശ്യ സാന്നിധ്യമായ പ്രപഞ്ച സൃഷ്ടാവിന് ജ്യോതി വിളക്ക് നൽകാൻ സാധിച്ചതും ദൈവാനുഗ്രഹമായി കരുതുന്നു. നന്ദി ലാലേട്ട, കുറെ നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ലാലേട്ടൻ നമ്മുടെ സിനിമയ്ക്കായി സ്ക്രീനിൽ വരുന്ന വലിയ സ്വപ്നത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചാണ് ജിതിൻ ലാലിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. പറഞ്ഞല്ലോ, ലാലേട്ടൻ നമ്മുടെ സിനിമയ്ക്കായി സ്ക്രീനിൽ വരുന്ന ഒരു സ്വപ്നത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന്. ARM സീരീസ് ഇനിയും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ക്രിയേറ്റർ എന്ന ആ ഒരു തലപ്പത്ത് മോഹൻലാൽ തന്നെ അവതരിച്ചാലോ? ഒരു ഫാന്റസി രീതിയിൽ ഒരുക്കുന്ന ഈ ചിത്രം വലിയ സാധ്യതകളാണ് മലയാള സിനിമയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. മോഹൻലാലിനെ കാണാൻ എത്തിയപ്പോൾ അത് വലിയ വാർത്തകളായി മാറിയിരുന്നു. ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രവും ഇതായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ കോസ്മിക് ക്രിയേറ്ററിന് ശബ്ദം നൽകിയത് മോഹൻലാൽ ആയിരുന്നു. ചിത്രത്തിന്റെ വിജയത്തോട് അനുബന്ധിച്ച് മോഹൻലാലിന് മൊമന്റോ നൽകി നന്ദി അറിയിക്കവേ ജിതിൻ ലാലിന്റെ വാക്കുകളാണിപ്പോൾ ഏറ്റവും വലിയ വാർത്തകളായി മാറിയിരിക്കുന്നതും. സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ചാണ് മോഹൻലാലിന് ജിതിൻ മൊമന്റോ നൽകിയത്. സിനിമയുടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും രചയിതാവ് സുജിത് നമ്പ്യാരും ഒപ്പമുണ്ടായിരുന്നു. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തിയ ARM മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും UGM മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ സക്കറിയ തോമസും ചേർന്നാണ് നിർമ്മിച്ചത്. 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലായാണ് റിലീസ് ചെയ്തിരുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന ജിതിൻ ലാലിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സലിൽ മോഹൻലാലും ഭാഗമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ മൂവി ഇൻഡസ്ട്രിയിലും വലിയ വലിയ സിനിമകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോളിവുഡിൽ അങ്ങനെ ചിലത് അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഭാഗമായാണ് പല ചർച്ചകളും നടക്കുന്നത്. സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായാണ്. എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ മോളിവുഡിൽ ഇതിലും വലിയ സിനിമകൾ ഒരുങ്ങും. തെലുങ്കിലും കന്നഡയിലുമൊക്കെ വലിയ സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളികൾ പോലും ഉറ്റുനോക്കുന്ന സിനിമകളും. KGF, സലാർ എന്നീ സിനിമകളിലൂടെ ഇന്ത്യയിൽ ഉടനീളം ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം തെലുങ്ക് താരം ജൂനിയർ NTRനൊപ്പം എന്ന വാർത്ത ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അടുത്ത വാരത്തോടെ ഹൈദരാബാദിനടുത്തുള്ള വികാരാബാദ് വനങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ച് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നു. സഹതാരങ്ങൾ വെച്ച് ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ ഒരു വാരത്തിന് ശേഷമായിരിക്കും NTR ജോയിൻ ചെയ്യുക. വമ്പൻ ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടുന്നതാകും ഈ ഷെഡ്യൂൾ എന്നാണ് സൂചന. സിനിമയിൽ ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി എത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. മറ്റൊരിടത്ത് മറ്റൊരു വമ്പൻ താരത്തിന്റെ സിനിമ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അതും മലയാളികൾ ഉറ്റുനോക്കുന്ന സിനിമ തന്നെ. ജേഴ്സി എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച സംവിധായകനാണ് ഗൗതം തന്നൂരി. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. ജേഴ്സിക്ക് ശേഷം വിജയ് ദേവരകൊണ്ടയുമൊത്താണ് ഗൗതം അടുത്ത സിനിമ ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയുടെ ടൈറ്റിലും ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. കിങ്ഡം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. വമ്പൻ ക്യാൻവാസിൽ ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് കിങ്ഡം ഒരുങ്ങുന്നെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ഒരു നാടും ആ നാട്ടിൽ സംഭവിക്കുന്ന അനീതികളിൽ ആരംഭിച്ച് പതിയെ കഥാനായകനായ വിജയ് ദേവരകൊണ്ടയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ടീസർ അവസാനിക്കുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ ഗംഭീര മേക്ക് ഓവറാണ് ടീസറിൽ കാണാനാകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷമായി നടന് അത്ര നല്ല സമയമല്ല. മോശം സിനിമകളുടെ പേരിലും മോശം പ്രകടനങ്ങൾ കൊണ്ടും നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് വിജയ്ക്ക് ലഭിക്കുന്നത്. ഈ സിനിമയിലൂടെ നടൻ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് പ്രതീക്ഷ. അനിരുദ്ധിന്റെ ഗംഭീര പശ്ചാത്തല സംഗീതവും ടീസറിന് മികവേകുന്നുണ്ട്. ചിത്രത്തിന്റെ തെലുങ്ക് ടീസർ ജൂനിയർ NTRും തമിഴ് വെർഷനിൽ സൂര്യമാണ് വോയിസ് ഓവർ നൽകിയിരിക്കുന്നത്. സിനിമയ്ക്കായി നടൻ നടത്തിയ കടുത്ത പരിശീലനങ്ങളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു.